യെസ്, ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പിക് സബ്സിഡറി ബുക്കാണ്. നോക്കൂ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പില് ഒരു ദിവസം ഒരു 5 ട്രാൻസാക്ഷൻസ് മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് വെക്കാം. ഓക്കെ, ഓൺലി 5 ട്രാൻസാക്ഷൻസ് ആ ഒരു ചെറിയ കടയിൽ നടക്കുന്നുള്ളൂ വെക്കാം. അപ്പൊ അവരുടെ പർച്ചേസ് ചെയ്ത ഗുഡ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ്, അതേപോലെ സോൾഡ് ഗുഡ്സ്, പെയ്ഡ് റെന്റ് പേ ചെയ്തത്, ക്യാഷ് റിസീവ് ചെയ്തത്, സാലറി പേ ചെയ്തത്, ഇതെല്ലാം ഒരു ജേണലിൽ തന്നെ എഴുതുന്നത് വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ 5 ട്രാൻസാക്ഷൻസ് നടക്കുന്നുള്ളൂ. പക്ഷെ ഇമാജിൻ എ സൂപ്പർ മാർക്കറ്റ് വിത്ത് 500 ട്രാൻസാക്ഷൻസ് എവറി ഡേ, ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹാവിംഗ് 500 ട്രാൻസാക്ഷൻസ് എവറി ഡേ. അപ്പോ ഈ എല്ലാ 500 ട്രാൻസാക്ഷൻസും എൻട്രീസും ഒരു ജേണലിൽ എഴുതുക എന്ന് പറഞ്ഞാല് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ബിക്കംസ് വെരി ലെങ്തി, ഇറ്റ് ബിക്കംസ് കൺഫ്യൂസിങ് ആൻഡ് ഓൾസോ ഇറ്റ് ബിക്കംസ് ടൈം കൺസ്യൂമിങ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾക്ക് മറ്റൊരു രീതി ഫോളോ ചെയ്യേണ്ട ആവശ്യം വന്നു. ഓക്കെ, ആ രീതി എന്താന്ന് വെച്ചാല് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് എവറിത്തിങ് ഇൻ വൺ ജേണൽ, അവർ എന്ത് ചെയ്യുന്ന വെച്ചാല് ഡിവൈഡ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ഡിഫറെന്റ് ബുക്സ്. ഡിവൈഡ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ജേണൽ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ളത് മാത്രം ഈ ക്ലാസ് കണ്ടാൽ മതി. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഫ്രം ദ ബേസിക്സ് ഇൻ ദിസ് ക്ലാസ്. കാരണം കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ജേണൽ എങ്ങനെ പോസ്റ്റ് ചെയ്യുക, അതെല്ലാം ഡെബിറ്റ് എവിടെ വരേണ്ടത്, ക്രെഡിറ്റ് എവിടെ വരേണ്ടത്, അതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനു മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിൽ നിങ്ങൾക്കത് അറിയാം എന്ന രീതിയിലായിരിക്കും വിൽ ബി മൂവിങ് ഫോർവേഡ്. എന്തെങ്കിലും സംശയമുള്ളത് പഴയ ക്ലാസ് കാണാം. ഓക്കെ, സോ ഡിവൈഡിങ് ട്രാൻസാക്ഷൻസ് ഇൻ ടു different books. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ, ക്രെഡിറ്റ് പർച്ചേസിൽ വാങ്ങിയത്, ക്രെഡിറ്റ് പർച്ചേസിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് നമ്മൾ ഏത് ബുക്കിലിടും? ക്രെഡിറ്റ് പർച്ചേസസിൽ വാങ്ങുന്നതിനെ പർച്ചേസ് ബുക്കിലിടും, പർച്ചേസ് ബുക്ക്. അതേപോലെ ക്രെഡിറ്റ് സെയിൽസിൽ വാങ്ങുന്നതിനെ, ഇതെല്ലാം ക്രെഡിറ്റിൽ വാങ്ങുന്ന നമ്മൾ പറഞ്ഞു കേട്ടോ, സെയിൽസ് ബുക്കിലിടും. ക്യാഷിൽ വാങ്ങുന്നത് ഒബ്വിയസ്ലി ഇറ്റ് കംസ് ഇൻ ദ ക്യാഷ് ബുക്ക്, അതുകൊണ്ടാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ പർച്ചേസസ് റിട്ടേൺ വരുന്നത് പർച്ചേസ് റിട്ടേൺസ് ബുക്കിലിടും. സെയിൽസ് റിട്ടേൺ വരുന്നത് സെയിൽസ് റിട്ടേൺ ബുക്കിലിടും. ബിൽസ് റിസീവബിൾ വരുന്നത് ബിൽസ് റിസീവബിൾ ബുക്കിലിടും. ബിൽസ് പേയബിൾ വരുന്നത് ബിൽസ് പേയബിൾ ബുക്കിലിടും. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒബ്വിയസ്ലി എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക്. സോ ഈച്ച് ബുക്ക് റെക്കോർഡ്സ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. പർച്ചേസ് ബുക്കിൽ ആകെ ഉണ്ടാവുന്നത് എന്തായിരിക്കും? ക്രെഡിറ്റ് പർച്ചേസസിലെ ട്രാൻസാക്ഷൻ മാത്രമായിരിക്കും. ദിസ് മേക്സ് അക്കൗണ്ടിങ് ഈസിയർ. അതേപോലെ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ ആകെ ഉണ്ടാവുന്നത് പർച്ചേസ് റിട്ടേൺ ചെയ്തത് മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ദിസ് മേക്സ് അക്കൗണ്ടിങ് ഈസിയർ. ഓക്കെ, ഇതിനെ നമ്മൾ ഓൾസോ ദേ ആർ കോൾഡ് ആസ് സ്പെഷ്യൽ ജേർണൽസ്. സബ്സിഡറി ബുക്സിനെ നമ്മൾ സ്പെഷ്യൽ ജേർണൽസ് എന്നും പറയും. സ്പെഷ്യൽ ജേർണൽസ് എന്ന് പറയും. വൈ? ബിക്കോസ് ഈച്ച് ബുക്ക് ഈസ് എ സ്പെഷ്യൽ ജേർണൽ മെന്റ് ഫോർ വൺ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. ഒരു പെർട്ടിക്കുലർ തരത്തിലുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ജേർണൽ ആയിട്ടാണ് ഓരോ ബുക്കിനെയും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ജേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഹെൽപ്പ് ഇൻ അവരുടെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ നടക്കും. കാരണം സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ സ്റ്റേസ് ടുഗദർ. ഇപ്പൊ പർച്ചേസ്, സെയിൽ, ക്രെഡിറ്റ് പർച്ചേസ് ഇതെല്ലാം തന്നെ ഇവിടെ ഒരുമിച്ച് പർച്ചേസ് ബുക്കിൽ കിടക്കും. സോ സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ സ്റ്റേസ് ടുഗദർ, ഒരുമിച്ച് നിൽക്കും. ക്ലിയർ? സോ ഓൾ ക്രെഡിറ്റ് പർച്ചേസസ് ആർ ഇൻ വൺ പ്ലേസ് അല്ലെ? അതേപോലെ നോ നീഡ് ടു സെർച്ച് ദ ഹോൾ ജേർണൽ ഫോർ ദാറ്റ്. ജേർണൽ ഒരുപാട് ഉണ്ട്, അത് മുഴുവൻ തരേണ്ട ആവശ്യമില്ല. നമുക്ക് ക്രെഡിറ്റ് പർച്ചേസിന്റെ വേണമെങ്കിൽ നേരിട്ട് ആ ബുക്കിൽ തന്നെ പോയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈസി പോസ്റ്റിംഗ് ടു ലെഡ്ജർ. ഇത് നമുക്ക് ലെഡ്ജറിലേക്ക് ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് there are 200 credit purchases. Instead of searching the journal, simply open purchase book and post entries. അല്ലെ? നമുക്കറിയാം, ഇപ്പോ 200 ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമുക്ക് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് വെക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഒരു സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. സിസ്റ്റമാറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ, ജേർണലിന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്.
സ്പെഷ്യൽ ജേണൽ ആണെങ്കിൽ ഈസി പോസ്റ്റിംഗ് ടു ലെഡ്ജർ. അതായത് ഇപ്പൊ നമുക്ക് 200 ക്രെഡിറ്റ് പർച്ചേസസ് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്ന വെക്കാം. നമ്മൾ സാധാരണഗതിയിലാണെങ്കിൽ എന്താ ജേണലിൽ മാത്രമാണെങ്കിൽ ആ ജേണലിൽ പോയിട്ട് 200 എറിയണം അല്ലെ, ഈ 200 ക്രെഡിറ്റ് പർച്ചേസസ് എറിഞ്ഞെടുക്കണം. പക്ഷെ ഇവിടെ ഇങ്ങനെ രീതിയിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ സിംപ്ലി ഓപ്പൺ ദ പർച്ചേസസ് ബുക്ക് ആൻഡ് പോസ്റ്റ് എൻട്രീസ്. പർച്ചേസസ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന് എളുപ്പം കിട്ടും, നേരെ അത് പോസ്റ്റ് ചെയ്താൽ മതി. വെരി ഈസി അല്ലേ? ഓക്കെ. ഇനി അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതുകൊണ്ടുള്ള സബ്സിഡി ബുക്ക് കൊണ്ടുള്ള അടുത്ത അഡ്വാൻറ്റേജ് ആണ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഒരു ക്ലർക്ക് ചിലപ്പോ പർച്ചേസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക, അനദർ ക്ലർക്ക് സെയിൽസ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക, അത് വേറൊരു ക്ലർക്ക് നോക്കുന്ന കാര്യം ക്യാഷ് ആയിരിക്കും. സോ എവറി വൺ വർക്ക്സ് ഇൻഡിപെൻഡന്റ്ലി. കാരണം അവർക്ക് ഓരോന്നും അവരുടേതായ സബ്സിഡി ബുക്ക് ഉണ്ട്, ക്യാഷ് എൻട്രി മുഴുവൻ ക്യാഷ് ബുക്കിലുണ്ട്, പർച്ചേസ് എൻട്രി ക്രെഡിറ്റ് പർച്ചേസ് മുഴുവൻ പർച്ചേസ് ബുക്കിലുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവിഷൻ ഓഫ് വർക്ക് കൃത്യമായിട്ട് അവിടെ നടക്കും. ഓക്കെ, അത് തന്നെയാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. Okay. There is also fraud prevention because work is divided. One person cannot easily manipulate everything. ഇല്ല, ഒരാൾക്ക് എല്ലാത്തിലും പോയി കൈയിടാൻ പറ്റില്ല. So what happens? Internal control improves, fraud കുറയും. Okay. The types of subsidy books എന്താണെന്ന് നമുക്ക് നോക്കാം. Types of subsidy books ഓരോന്നായിട്ട് we'll discuss. Types of subsidiary books. First one is the purchase book. Purchases book. Purchases book എന്ത് സംഭവിക്കുന്ന വെച്ചാൽ റെക്കോർഡ്സ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ഓൺലി. ഓക്കെ, അതിനാൽ ഇതിൽ 3 വാക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കണം. ഈ സെന്റൻസിൽ പറയുന്നത് പർച്ചേസസ് ബുക്കിൽ എന്താ ഉണ്ടാവുക? റെക്കോർഡ്സ് ക്രെഡിറ്റ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ഓൺലി എന്ന് പറഞ്ഞാല് ഇതിൽ 3 വാക്കുകളാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് വന്നിട്ട് ഈ ക്രെഡിറ്റ് എന്ന വാക്ക്, അതായത് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തൊന്നും പർച്ചേസ് ബുക്കിൽ വരില്ല. ഓൺലി ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്ത് മാത്രമേ വരുള്ളൂ. ഓക്കെ, പിന്നെ ഉദ്ദേശിക്കുന്നത് പർച്ചേസസ് ബൈ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഗുഡ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ബുക്കിൽ വരുള്ളൂ. അല്ലാതെ ഒരു മെഷീനറി എല്ലാം വാങ്ങിയിട്ട് അത് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മെഷീനറി വാങ്ങി വെക്കുക, അത് ദാറ്റ് വോണ്ട് കം അണ്ടർ പർച്ചേസ് ബുക്ക്. കാരണം അത് നമ്മൾ വീണ്ടും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വാങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗ്രോസറി ഷോപ്പ് ബൈസ് ബിസ്ക്കറ്റ്സ് വർത്ത് ₹20,000 ഓൺ ക്രെഡിറ്റ്. എൻട്രി ഗോസ് ഇൻ ടു പർച്ചേസ് ബുക്ക്. ഓക്കെ, പിന്നെ ക്യാഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഗുഡ്സ് പർച്ചേസ് ബൈ പേയിങ് ക്യാഷ്, ഇറ്റ് ഗോസ് ഇൻ ടു ക്യാഷ് ബുക്ക്, നോട്ട് പർച്ചേസ് ബുക്ക്. ക്യാഷ് കൊടുത്ത് വാങ്ങുന്നത് ഒരിക്കലും പർച്ചേസ് ബുക്കിൽ വരില്ല. ഇനി ഒരു മെഷീനറി ആണ് നിങ്ങൾ വാങ്ങി വെക്കുക ഓൺ ക്രെഡിറ്റ്, അങ്ങനെയാണെങ്കിലും ഡസ് ഇറ്റ് ഗോസ് ടു പർച്ചേസ് ബുക്ക്? നോ, ബിക്കോസ് മെഷീനറി ഒരു അസറ്റ് ആണ്, അത് നമ്മൾ റീസെയിലിന് വേണ്ടി പർച്ചേസ് ചെയ്ത കാര്യമല്ല. സോ ഇറ്റ് ഗോസ് ഇൻ ടു ജേണൽ പ്രോപ്പർ. പിന്നെ ഇതിന്റെ സ്പെസിമെൻ നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. നത്തിങ് ടു അതിന്റെ എങ്ങനെയാണ് എന്തൊക്കെ ഉണ്ടായില്ലെന്ന്. ഒരു കോളം ഡേറ്റ് ഉണ്ട്, എന്നാ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റിൽ പറയാം. ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും, ബിൽ നമ്പർ ഉണ്ടാവും. ഇൻവോയ്സ് നമ്പർ, ബിൽ നമ്പർ. സപ്ലയർ എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് നെയിം, ഹൂ സെല്ലിംഗ് ഇറ്റ്. ഓക്കെ, ലെഡ്ജർ ഫോളിയോ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, പർച്ചേസ് വാല്യൂ ഉണ്ട്. ദാറ്റ് യു ക്യാൻ ഈസിലി ഗോ ത്രൂ, നത്തിങ് ടു എക്സ്പ്ലെയിൻ ഇൻ ദാറ്റ്. ഓക്കെ, ഇതിന്റെ പോസ്റ്റിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെബിറ്റ്. ഇത് മനസ്സിലാക്കി വെക്കണം. ഡെബിറ്റ് പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഇത് നമ്മൾ നേരത്തെ ഡെബിറ്റ് ക്രെഡിറ്റിന്റെ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇതിൽ എന്താണ് ഡെബിറ്റ്, എന്താ ക്രെഡിറ്റ് എന്ന് ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഡെബിറ്റ് പർച്ചേസ് അക്കൗണ്ട് ബിക്കോസ് പർച്ചേസസ് ഇൻക്രീസസ് ആൻഡ് ക്രെഡിറ്റ് സപ്ലയർ അക്കൗണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ക്രെഡിറ്റ് സപ്ലയർ അക്കൗണ്ട്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും.
See, purchased goods on credit from Ram and Co. rupees 20,000. വളരെ സിമ്പിൾ ആണ്, നമ്മളിവിടെ പഠിച്ചല്ലോ. ഇതൊരു പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്തിൽ വരും, അത് പർച്ചേസ് അക്കൗണ്ടിൽ വരും. നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് നമ്മുടെ റൂൾ ഉണ്ട്, നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ആണ്, ക്രെഡിറ്റ് ചെയ്യേണ്ടത് സപ്ലയേഴ്സ് അക്കൗണ്ട് ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ഇവിടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ ആരാണ്? റാം ആൻഡ് കോ ആണ് അല്ലെ. സോ ഡെബിറ്റ് പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് debit 20,000 to Ramanco. Ramanco 20,000. Ramanco is credit. Clear? ഇതാണ് പർച്ചേസ് ബുക്കിനെ പറ്റി പറയാനുള്ളത്. ഇനി സെയിൽസ് ബുക്ക്. കൂടുതൽ കൺഫ്യൂസ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് അതേപോലെ തന്നെ എക്സാമിനൊക്കെ ചെയ്യാൻ പറ്റും. കൂടുതൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല. ഇനി സെയിൽസ് ബുക്ക്, ഇതിൽ പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓൺലി. മറ്റൊരു പർച്ചേസ് ആയിരുന്നെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓൺലി. ബാക്കി എല്ലാം സെയിം ആണ്. പർച്ചേസിനുള്ളവിടെ സെയിൽസ് ഒന്നിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്യാഷ് സെയിൽസ് വരുമോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് സെയിൽസ് എവിടെ പോകും? ക്യാഷ് ബുക്കിൽ പോകും. സെയിൽ ഓഫ് ഫർണിച്ചർ ആണെങ്കിൽ വരുമോ? കാരണം ഫർണിച്ചർ എന്ന് പറയുന്നത് ഇസ് ആൻ ആസെറ്റ് അല്ലെ, നമ്മൾ റീസെയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന നല്ല ഫർണിച്ചർ. അൺലെസ് ദിസ് ഇസ് എ ഫർണിച്ചർ ഷോപ്പ്, അങ്ങനെ ഡിഫറെന്റ് ആണ്. സാധാരണ കടയിലെ ഫർണിച്ചർ ആണ് കൊടുക്കുന്നത്, അത് അസെറ്റ് ആണ്, അത് ഡസ് നോട്ട് കൺസേൺഡ് ഗുഡ്സ്. സ്പെസിമെനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാ വരിക, നിങ്ങളുടെ മൊഡ്യൂൾ ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഉണ്ട്, ഇൻവോയ്സ് നമ്പർ ഉണ്ട്, കസ്റ്റമർ നെയിം ഉണ്ട്, ലെഡ്ജർ ഫോളോ ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ഇവിടെ പോസ്റ്റിംഗ് റൂൾ ആണ് നമുക്ക് നോക്കേണ്ടത്. പോസ്റ്റിംഗ് റൂൾ വിൽ ചെക്ക് ഡെബിറ്റ് കസ്റ്റമർ, ആരാണോ നമ്മുടെ നിന്ന് വാങ്ങുന്നത് അവരിനെ ഡെബിറ്റ് ചെയ്യാം. അവരുടെ ഡെബിറ്റ് കസ്റ്റമർ, ബിക്കോസ് കസ്റ്റമർ ഹാസ് ടു പേ us അല്ലെ. കസ്റ്റമർ ബിക്കംസ് ഡെബിറ്റർ. ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് അക്കൗണ്ട്, ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. sold goods to Shyam and Co. rupees 15,000 on credit. അപ്പൊ എന്താ പറയാ, ഒബ്വിയസ്ലി സെയിൽസ് ബുക്ക് ആണെന്ന് മനസ്സിലായി. സെയിൽസിന്റെ ഗുഡ്സ് ആണ് സെയിൽ ചെയ്യുന്നത്, ക്രെഡിറ്റിലുമാണ്. അപ്പൊ സെയിൽസ് ബുക്കിലാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ കസ്റ്റമറിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ശ്യാം ആൻഡ് കോ ഡെബിറ്റ് 15,000, ക്രെഡിറ്റ് ചെയ്യേണ്ടത് സെയിൽസ് അക്കൗണ്ടിലേക്കാണ് പറഞ്ഞത് അല്ലെ. ടു സെയിൽസ് അക്കൗണ്ട്, ടു സെയിൽസ് അക്കൗണ്ട് 15,000. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. Customer owes us money, so customer account increases, debit customer, sales increases, so credit sales. Simple. ഇതാണ് അതിന്റെ ലോജിക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് അത് നിങ്ങൾ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പർച്ചേസ് ആകുമ്പോൾ ഏതാണ് ഡെബിറ്റ്, ഏതാ ക്രെഡിറ്റ് വരുന്നത്, സെയിൽസ് ബുക്കിലാവുമ്പോൾ ഏതാ ഡെബിറ്റ് ക്രെഡിറ്റ് വരുന്നത്, നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കിയാലും ദാറ്റ് ഈസ് ഇനഫ് ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, നൗ വി വിൽ സീ പർച്ചേസ് റിട്ടേൺ ബുക്ക്. Purchase return book. Purchase return book നമ്മൾ ഓൾസോ നോൺ ആസ് റിട്ടേൺ ഔട്ട്വേർഡ് ബുക്ക് അല്ലെ. മീനിങ് ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയർ. നമ്മൾക്ക് സപ്ലൈ ചെയ്ത ഗുഡ്സ് അതിലെന്തെങ്കിലും ഡാമ്പ്, നമ്മളൊരു ബിസിനസ് നടത്തണം. അപ്പൊ നമ്മൾ സപ്ലയറിന്റെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് ആണല്ലോ നമ്മൾ വേറെ റീസെയിൽ ചെയ്യുന്നത്. ആ നമ്മൾ സപ്ലയറിന്റെ നിന്ന് വാങ്ങിയ സാധനങ്ങളിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കില്ലേ, അതിനാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്, റിട്ടേൺ ഔട്ട്വേർഡ്. ഓക്കെ, അപ്പൊ അതിൽ എൻട്രി ഇതിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ എൻട്രിയുടെ ഒരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് ഉണ്ട്, ഡെബിറ്റ് നോട്ട് നമ്പർ ഉണ്ട്, സപ്ലയർ ഉണ്ട്, ലെഡ്ജർ ഫോർ എമൗണ്ട്. വൈ ഡെബിറ്റ് നോട്ട്? ബിക്കോസ് വി ആർ ഇൻഫോമിംഗ് ദി സപ്ലയർ വി റെഡ്യൂസ് ദ എമൗണ്ട് പേയബിൾ.
അതായത് ഇതിൽ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞ സാധനം കൂടി നിങ്ങളുടെ ഉണ്ട്. ആ കോളം നിങ്ങളുടെ ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. അതെന്താ വെച്ചാൽ നിങ്ങൾ തന്ന ഈ സാധനം ഞങ്ങൾ തിരിച്ചു തന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തരാനുണ്ടായിരുന്ന പൈസയിൽ നിന്ന് അത് കുറയ്ക്കുന്നുണ്ട് എന്നാണ് ആ ഡെബിറ്റ് നോട്ടിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ 200 രൂപയുടെ സാധനം നമ്മൾ സപ്ലൈൻ്റെ വാങ്ങി പുറത്ത് വിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ 200 രൂപയുടെ സാധനത്തിൽ 50 രൂപ സാധനം കേടായിരുന്നു നമ്മൾ തിരിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ആ ഡെബിറ്റ് നോട്ടിൽ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള പൈസയിൽ നിന്ന് 50 രൂപയിൽ കുറയ്ക്കുമെന്ന് നമ്മൾ ആ ഡെബിറ്റ് നോട്ടിൽ മെൻഷൻ ചെയ്യും. ഓക്കെ, ഇനി ഇതിന്റെ പോസ്റ്റിംഗ് റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെബിറ്റ് സപ്ലയർ, ഡെബിറ്റ് സപ്ലയർ അല്ലെ, പിന്നെ ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, ക്രെഡിറ്റ്. ഈ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ലോജിക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ പഠിച്ചു വെക്കാം, അത്രേ ഉള്ളൂ. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. Returned goods worth rupees 5,000 to Ram and Co. ഓക്കെ, ഇവിടെ വരുമ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി ഡെബിറ്റ് ദ സപ്ലയർ. ഓക്കെ, ഡെബിറ്റ് സപ്ലയർ എന്ന് പറയുമ്പോൾ റാം ആൻഡ് കോ ആണ് സപ്ലയർ. ഇപ്പൊ റാം ആൻഡ് കോ ഡെബിറ്റ് rupees 5,000. Okay, credit the purchases return account. So to purchase return rupees 5,000. Okay, clear. ഇതേപോലെയാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്, ഓൾസോ നോൺ ആസ് റിട്ടേൺ ഇൻവേർഡ് ബുക്ക്. അടുത്ത ടൈപ്പ് സെയിൽസ് റിട്ടേൺ ബുക്ക്. അതായത് നമ്മളൊരു കസ്റ്റമർ, നമ്മൾ ബിസിനസ് നടത്താണല്ലോ അല്ലെ, നമ്മൾ സപ്ലൈറിന്റെ സാധനം വാങ്ങിയിട്ട് ആ സാധനം നമ്മളൊരു കസ്റ്റമറിന് കൊടുത്തു. ആ കസ്റ്റമർ അതിൽ എന്തെങ്കിലും അയാൾ സൈസ് ഹൈറ്റ് ആണെങ്കിൽ സൈസ് കറക്റ്റാണെങ്കിൽ പ്രൊഡക്റ്റ് തിരിച്ചു തരില്ലേ, അതിനാണ് നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും ആ കോളം നിങ്ങൾ നോക്കിയാൽ മതി. ക്രെഡിറ്റ് നോട്ട് ഉണ്ടാവും അതിൽ, അതേപോലെ ഡെബിറ്റ് നോട്ട് അപ്പേ പറഞ്ഞ ഡെബിറ്റ് നോട്ട് മതി, ഇവിടെ ക്രെഡിറ്റ് നോട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ക്രെഡിറ്റ് നോട്ട് ഇൻഫോം ചെയ്യാണ് കസ്റ്റമറിനോട്, വി ഹാവ് റെഡ്യൂസ്ഡ് യുവർ ലയബിലിറ്റി, അത് നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട പൈസയിൽ നിന്ന് ഞങ്ങൾ കുറവ് വരുത്തിയിട്ടുണ്ട്, നിങ്ങൾ സാധനം തിരിച്ചു തന്നുകൊണ്ട് എന്ന ഒരു നോട്ട് വെക്കുന്നതിനാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ആ കോളം നിങ്ങൾ മൊഡ്യൂൾ ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും, അതിലൊരു ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞിട്ട് കോളം കൂടി ഉണ്ടാവും. ഇനി ഇതിലെ പോസ്റ്റിംഗ് റൂൾ എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, ഡെബിറ്റ് സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് കസ്റ്റമർ. ഇതൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ വരുന്നില്ല. ക്രെഡിറ്റ് കസ്റ്റമർ. ഓക്കെ, ഒരു ശ്യാം റിട്ടേൺ ഗുഡ്സ് വർത്ത് rupees 2,000. ശ്യാം returned goods worth rupees 2,000. അപ്പൊ എൻട്രി എന്തായിരിക്കും? സെയിൽസ് അക്കൗണ്ട് debit 2,000 to Shyam and Co. is 2,000. ഓക്കെ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ബിൽസ് റിസീവബിൾ ബുക്ക്, അതായത് ബിൽസ് അക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റേഴ്സ്, അതായത് വി വിൽ റിസീവ് മണി ലേറ്റർ അല്ലെ, ഹെൻസ് ബിൽസ് റിസീവബിൾ. നമുക്ക് പിന്നീട് കിട്ടും ആ ബിൽസ്, നമുക്ക് പൈസ തരാനുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, കസ്റ്റമർ സൈൻസ് എ ബിൽ പ്രോമിസിംഗ് ടു പേ ആഫ്റ്റർ 3 months. ഓക്കെ, അതായത് അതിനൊക്കെയാണ് നമ്മൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. അതായത് കസ്റ്റമർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കുറച്ച് സർട്ടൻ പീരീഡ് കഴിഞ്ഞാൽ പൈസ തരാമെന്ന്. ദാറ്റ് ഈസ് എ ബിൽസ് റിസീവബിൾ അല്ലെ. ആ രീതിയിൽ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ പോസ്റ്റിംഗ് കൂടി നമുക്ക് നോക്കാം. അതായത് ബിൽസ് വിച്ച് ആർ അക്സെപ്റ്റഡ് ബൈ ഡെപ്റ്റേഴ്സ്, അതിനെയാണ് നമ്മൾ ബിൽസ് റിസീവബിൾ ബുക്ക് എന്ന് പറയുന്നത്. ബിൽസ് റിസീവബിൾ ബുക്ക്.
ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാല് ബിൽസ് അക്സെപ്റ്റഡ് ബൈ ദ ഡെപ്റ്റേഴ്സ്. നമുക്ക് പൈസ തരാനുള്ള ആൾക്കാർ അത് ബിൽ അക്സെപ്റ്റ് ചെയ്തു. വി റിസീവ് ദ മണി ലേറ്റർ. ഓക്കെ, ഹെൻസ് ഇറ്റ് ഇസ് നോൺ ആസ് ബിൽസ് റിസീവബിൾ. ഓക്കെ, അതിന്റെ പോസ്റ്റിംഗ് എങ്ങനെയാന്ന് വെച്ചാല് ഡെബിറ്റ്സ് ബിൽസ് റിസീവബിൾ. കാരണം ഇതൊരു അസെറ്റ് ആണ്, അസെറ്റ് ഇൻക്രീസസ്. ആ ലോജിക് വെച്ചാൽ ചെയ്യുന്നത്. ഇഫ് യു ആർ നോട്ട് തലവുണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ മനസ്സിലാക്കിയാണെങ്കിൽ. ആൻഡ് ക്രെഡിറ്റ് ദ ഡെപ്റ്റർ. ആരാണോ പൈസ തരാനുള്ളത് അയാളെ ക്രെഡിറ്റ് ചെയ്യാം. കാരണം അത് ബിൽസ് റിസീവബിളിലേക്ക് മാറ്റിയല്ലോ. ഓക്കെ, ഇപ്പോ ശ്യാമിന്റെ ഒരു ബിൽസ് റിസീവബിൾ കിട്ടി, സേ എമൗണ്ട് ₹10,000 കിട്ടിന്ന് വെക്കാം ഫ്രം ശ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാ വരിക? അപ്പൊ ബിൽസ് അക്കൗണ്ട്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു ശ്യാം അക്കൗണ്ട് 10,000. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ എന്നാൽ നമ്മൾക്ക് പൈസ തന്ന ആൾക്കാർ, അതായത് ക്രെഡിറ്റേഴ്സ്, അവർക്ക് പൈസ നമ്മൾ കൊടുക്കാമെന്നിട്ട് വി ഹാവ് പ്രോമിസ് ടു പേ ലേറ്റർ. ഓക്കെ, അതിനാണ് നമ്മൾ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് കൊടുക്കാം എന്ന് പറയുന്നതിനെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. ബിൽസ് പേയബിൾ. അതിന്റെ പോസ്റ്റിംഗ് റൂൾ വളരെ സിമ്പിൾ ആണ്. ഡെബിറ്റ് ദ, നമ്മൾ ആർക്കാണോ പൈസ കൊടുക്കാനുള്ള അയാളുടെ ഇത് ഡെബിറ്റ് ചെയ്യുക, അതായത് ഡെബിറ്റ് ദ ക്രെഡിറ്റർ. ഓക്കെ, ക്രെഡിറ്റ് ദ ബിൽസ് പേയബിൾ. അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ്, അങ്ങനെ നോക്കിയാൽ മതി. ക്ലിയർ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ നോ ഇറ്റ്സ് ലെങ്തി ക്ലാസ്, ബട്ട് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ലോജിക് ഇതിന്റെ കഴിഞ്ഞ ക്ലാസ് വെച്ചിട്ട് ഡെബിറ്റ് ഇങ്ങനെ വരാൻ കിട്ടുന്നത് മനസ്സിലായില്ലെങ്കിൽ പോലും ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ബുക്കാണെങ്കിൽ ഡെബിറ്റ് ഇവിടെയാണ്, ക്രെഡിറ്റ് ഇവിടെയാണ്, ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ പോലും ഫോർ ദ സേക്ക് ഓഫ് പാസിംഗ് ദ എക്സാമിനേഷൻ ദാറ്റ് വിൽ ഡു. താങ്ക് യു.